നാന് സി ജോസഫ് വിജയനും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ആണയിട്ട് ഉറുതിമൊഴിகிறேன். നമസ്കാരം ഗൈസ്, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് ശ്രീ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത വീഡിയോ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പല മന്ത്രിമാർ സത്യപ്രതിജ്ഞ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിന് വളരെ വ്യത്യസ്തമായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. കാരണം സത്യപ്രതിജ്ഞ നന്നായിട്ട് പഠിച്ചിട്ട് സിനിമ സ്റ്റൈലിൽ സിനിമ ഡയലോഗ് സംസാരിക്കുന്ന പോലെ വളരെ ആർജവത്തോടെ എനർജറ്റിക് ആയിട്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. ആളുകളുടെ ആരവവും ആഘോഷവും ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതാണ്, ധാരാളം ചെറുപ്പക്കാർ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ രാഷ്ട്രീയക്കാരെ പോലെ അവരെ തലമൂത്ത നേതാക്കന്മാർ മാത്രം ഇരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സർക്കാരിലേക്ക് വരുന്ന നികുതി പണം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇവരൊക്കെ രംഗത്തേക്ക് വന്നിട്ട് ജനങ്ങളെ കൂട്ടുനിർത്തി മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് ചാരിറ്റി സമൂഹത്തിന് വേണ്ടി ചെയ്യാനായിട്ട് കുറച്ച് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം സഹായിക്കാനൊക്കെ സാധിക്കും. ഈ വിജയുടെ കഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയ് സിനിമാ രംഗത്തുള്ളപ്പോൾ പോലും വിജയുടെ കൂടെയുള്ള സഹപ്രവർത്തകർ അവർ ഫാൻസ് ഗ്രൂപ്പുകളുണ്ടാക്കി അവരുടെ ടിക്കറ്റ് വിൽപ്പന അവരുടെ ബിസിനസ്സിനെ വളർത്തിയപ്പോൾ വിജയ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിനുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത്, തൻ്റെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഗ്രാജുവലി തൻ്റെ പ്രൊഫഷനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ വിജയെ സംബന്ധിച്ച് വിജയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ തൻ്റെ ജനത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. സ്വാധീനമുള്ള ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയ രംഗത്തേക്ക് ചെറുപ്പക്കാർ കടന്നു വരിക. നമുക്ക് നികുതി പണമുണ്ട്, അതൊരു വികസനം വൺ സൈഡ് നടക്കും. എന്നാൽ സാധാരണക്കാരിലേക്ക് വികസനം വരുത്താനായിട്ട് വീടും അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഒന്ന് സർക്കാരിലേക്ക് വരുന്ന നികുതി പണം കൊണ്ടും, അല്ലാതെ നമ്മുടെയൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഉദാര മനസ്കത കൊണ്ടും അല്ലെങ്കിൽ സപ്പോർട്ട് കൊണ്ടും ഒക്കെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് വയനാട് ടൗൺഷിപ്പ് അതുപോലെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ കുറേ ആളുകളെ സഹായിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു മാറ്റം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പം എനിക്ക് ഇന്നത്തെ സത്യപ്രതിജ്ഞ വളരെ നല്ലൊരു മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കുറിക്കാം. കാണാൻ അടുത്ത വീഡിയോയുമായി. അതിലേക്കും ബൈ.